ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങളുള്ളവർ ഭക്ഷണത്തിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? റുമാറ്റിസം അഥവാ വാതരോഗങ്ങൾ, തൈറോയിഡൈറ്റിസ്, സോറിയാസിസ്, എക്സീമ, ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോപ്പതി, വാസ്കുലോപ്പതി, ഐജിഎ നെഫ്രോപ്പതി, ഓട്ടോ ഇമ്മ്യൂൺ ഹെപ്പറ്റൈറ്റിസ്, ഇൻഡസ്ട്രിഷ്യൽ ലങ് ഡിസീസ് തുടങ്ങിയൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുടെ വിഭാഗത്തിലാണ് പെടുന്നത്. പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അപാകതകൾ മൂലം സ്വന്തം ശരീരകോശങ്ങളെ സ്വന്തം ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഇത്തരം രോഗങ്ങളുള്ളവർ എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത്, ഭക്ഷണത്തിൽ എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ച് പറയുമ്പം നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പം എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളത് അറിയണം. പിന്നെയല്ലേ നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ രോഗം എന്താണെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റമാണ് നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് നമ്മൾ ടോക്സിനോ ബാക്ടീരിയയോ വൈറസോ ടോക്സിൻസോ ഒക്കെ മാറ്റുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഗ്രോത്തിനും റിപ്പയറിനെയും മെയിൻ്റനൻസിനെയും എല്ലാം മാനേജ് ചെയ്യുന്ന സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിൽ നമുക്കറിയാം വെളുത്ത രക്താണുക്കൾ. ഈ വെളുത്ത രക്താണുക്കളും രക്തം തന്നെ ഉണ്ടാകുന്നത് ബോൺ മാരോയില്ല, മജ്ജയ്ക്കുള്ളിലാണ്. ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് മജ്ജയ്ക്കകത്ത്. ഏറ്റവും ഉള്ളിൽ എല്ലാ സ്ഥലത്തുമായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ് ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഉണ്ടാക്കൽ പോലും. ഇമ്മ്യൂൺ സിസ്റ്റം ഹോൾ ബോഡിയിലുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാക്കാനുള്ള ഭാഗം പോലും നമ്മളുടെ ഓൾമോസ്റ്റ് 230 ബോൺസ് ഉണ്ട്. ഇതിനകത്ത് എല്ലാം ആയിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. അതിനകത്തെ മജ്ജയിലാണ് നമ്മളുടെ വൈറ്റ് ബ്ലഡ് സെൽസ് ഉണ്ടാക്കുന്നത്. പിന്നെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്. ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ടോൺസിൽ, എഡനോയിഡ്സ്, പിന്നെ നമ്മൾ കഴലകൾ എന്ന് പറയുകയല്ലേ കയ്യിൽ, മൊത്തത്തിൽ ഹോൾ ബോഡിയിൽ നമ്മളുടെ രക്തക്കുഴലുകളോടൊപ്പം ഒരു ലിംഫാറ്റിക് ചാനലുണ്ട്. അതും കൂടെ കൂടിയാണ് അതും ഒരു ഫ്ലോയാണ്. നമ്മുടെ രക്തയോട്ടം പോലെ തന്നെ ലിംഫ് ഫ്ലോ ഉണ്ട്. അത് ഈ നമ്മളുടെ രക്തത്തിൽ നിന്ന് അരിച്ച് മാറ്റിയ നമ്മൾ ഓൾമോസ്റ്റ് നമ്മളുടെ ബ്ലഡിൽ നിന്ന് നമ്മളുടെ ബ്ലഡ് പോകുമ്പം ഓൾമോസ്റ്റ് 20 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഈ ആർട്ടറിയിൽ നിന്ന് ലീക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് അരിച്ചെന്ന് പറയാം. അതിനെ തിരിച്ച് വെന്യൂൾസ്, അശുദ്ധ രക്തം കൊണ്ടുപോകുന്നു വെന്യൂൾസിലേക്ക്. ഈ 20 ലിറ്റർ മാറിയാൽ അതിൻ്റെ ബാക്കിയുള്ള 17 ലിറ്റേഴ്സ് തിരിച്ച് വെന്യൂൾസിലേക്ക് പോകും. ബാക്കിയുള്ള 3 ലിറ്റേഴ്സ് വെന്യൂൾസിലേക്ക് കയറിയില്ല. അതിനെ തിരിച്ചു കൊണ്ടുപോകുന്നത് ലിംഫാറ്റിക്സ് ആണ്. ലിംഫാറ്റിക് ചാനൽസ് ഉണ്ട്. ഈ ലിംഫാറ്റിക് ചാനൽസ് പിടിച്ചുകൊണ്ട് പോകുന്നതെല്ലാം ഈ നമ്മൾ രക്തത്തിൽ വെളുത്ത രക്താണുക്കളും ന്യൂട്രിയൻറ്റും എല്ലാം ഉണ്ടാവും. പക്ഷെ ഈ ഡെബ്രിസ്, ബാക്ടീരിയ, വൈറസ് ഇതൊക്കെ ആയിരിക്കും ഇതിനകത്ത് കൂടുതലുണ്ടാകുന്നത്. ഇതിനെ നമ്മുടെ ലിംഫ് നോഡ്സിൽ കൊണ്ടുവന്ന് അവിടെ വെച്ച് അതിനെയൊക്കെ പ്രോസസ്സ് ചെയ്ത് അതിനെയൊക്കെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ വേസ്റ്റും ബാക്ടീരിയയും വൈറസിനെ എല്ലാം പിടിക്കുന്നത് ശരിക്കും ഈ ലിംഫാറ്റിക് ചാനൽസാണ്. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എയറിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നുമാണുള്ള പ്രശ്നങ്ങൾ വരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ വായുടെ 2 സൈഡിലുമായിട്ട് ടോൺസിൽസ് വെച്ചിരിക്കുന്നത്. അതുപോലെ ബാക്കിലായിട്ട് അഡനോയിഡ്സും ഉണ്ട്. അപ്പം ഇവരാണ് ഇവിടെ നിന്നുള്ള എല്ലാ കാര്യങ്ങളെയും പിടിക്കാനായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്. ഇൻറ്റസ്റ്റൈനകത്ത് പേസ് പാച്ചസ് എന്ന് പറയും. അത് ഇൻറ്റസ്റ്റൈൻ്റെ ത്രൂഔട്ട് ഒരു ലിംഫോയിഡ് ടിഷ്യൂ പോലെ കിടക്കുകയാണ്. ഭക്ഷണം തെറ്റിക്കഴിക്കുമ്പോഴാണല്ലോ നമ്മൾ ഒരു നല്ല ശതമാനം രോഗങ്ങളും വരുന്നത്. ഒന്നെങ്കിൽ എയറിൽ നിന്ന്, അല്ലെങ്കിൽ വാട്ടർ ആൻഡ് ഫുഡ്. ഇതിൽ നിന്നാണ് നമുക്ക് മിക്കവാറും രോഗങ്ങളെല്ലാം തന്നെ കിട്ടുന്നത്. അപ്പം അതിനകത്ത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന്, വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഉള്ളതിനെ പിടിക്കാനായിട്ട് പേസ് പാച്ചസ് ആ ഇൻറ്റസ്റ്റൈൻ്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. പിന്നെ ഇൻറ്റസ്റ്റൈനിൽ തന്നെ കുറേ അധികം ജീവികൾ ജീവിക്കുന്നുണ്ട്. ബാക്ടീരിയ ഉണ്ട്, വൈറസ് ഉണ്ട്, എല്ലാവരും അവിടെ ജീവിക്കുന്നുണ്ട്. അവരും ഒരു പരിധി കവിഞ്ഞ് വളരാതെ നോക്കുന്നത്, ഉള്ളിലേക്ക് കയറിപ്പോകാതെ നോക്കുന്നതെല്ലാം ഈ എഡനോയിഡ്സും ഈ പേസ് പാച്ചസിനൊക്കെ ഇമ്പോർട്ടൻ്റ് റോളുണ്ട്. പിന്നെയാണ് അതുപോലെ തന്നെ വേറൊരു ലിംഫോയിഡ് ടിഷ്യൂ ആണ് സ്പ്ലീൻ എന്ന് പറയുന്നത്. അതും നമ്മുടെ വയറിനകത്ത് ഉള്ള, അതും ഒരു വലിയൊരു ലിംഫോ നോഡായിട്ട് തന്നെ കണക്കാക്കാം. അത് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് വരുന്നവരെ ലിവറും ലിംഫോയിഡ് ഫങ്ഷൻ നോക്കുന്നുണ്ട്. ലിവറും നോക്കും. അതിനകത്തൊരു സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട് ഈ ബാക്ടീരിയയൊക്കെ പിടിക്കാനായിട്ടുള്ള കുഫ സെൽസ് എന്ന് പറയും. അതുപോലെ സ്പ്ലീനും ഉണ്ട്.
ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലിംഫോ ടിഷ്യൂ ഉണ്ട്. അതാണ് തൈമസ് എന്ന് പറയുന്നത്. അത് നമ്മുടെ നെഞ്ചിനുള്ളിൽ ഹാർട്ടിൻ്റെ അവിടെ ആയിട്ടാണ് ഇരിക്കുന്നത്, ഹാർട്ടിൻ്റെ മുമ്പിലായിട്ടിരിക്കുന്നത്. വൈറ്റ് ബ്ലഡ് സെൽസിൽ തന്നെ 2 ടൈപ്പ് ഉണ്ടെന്നറിയാം. ഗ്രാനുലോസൈറ്റ്സ്, അതായത് ന്യൂട്രോഫിൽസ് എന്നൊക്കെ പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതുകൂടാതെ ലിംഫ് വേറൊരു ടൈപ്പ് സെല്ലും ഉണ്ട്. അതിൽ ഈ സെല്ലിന് നേരെ തൈമസിലേക്കാണ് വരുന്നത്. അവിടെ വെച്ചിട്ട് അവർ എന്താണ് സെൽഫും നോൺ സെൽഫും തമ്മിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് വരുന്നത്. അതായത് നമ്മളുടെ സ്വന്തം ശരീരത്തിൻ്റെ സെല്ലുകളെ മനസ്സിലാക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ പഠിപ്പിക്കുക എന്നുള്ള സ്കൂളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൈമിക് സ്കൂൾ എന്ന് പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ തൈമസിൽ വന്ന് അതൊക്കെ പഠിച്ച് അവർക്ക് ആ സെൽഫും നോൺ സെൽഫും തിരിച്ചറിയാൻ പറ്റാത്തവരെ ഡിസ്പോസ് ചെയ്യും അവിടെ നിന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് മനസ്സിലാക്കിയവരെ മാത്രമേ പിന്നെ എഴുതുള്ളൂ. അതാണ് ഈ ടി ലിംഫോസൈറ്റ്സ് എന്ന് പറയുന്നത്. ലിംഫോസൈറ്റ്സും ഉണ്ട്, മറ്റേ അല്ലാത്ത ന്യൂട്രോഫിൽസ് എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിൽ ഈ ടി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് ഈ ടൈപ്പ് സെല്ലുകളാണ്. അപ്പോൾ അതിന് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് റോള് വരുന്നുണ്ട്. ഈ ടി ലിംഫോസൈറ്റ്സ്, തൈമിക് ലിംഫോസൈറ്റ്സ് അവിടെ പോയി പഠിച്ചിട്ട് വന്നവരാണ് അവർ ആ പഠിത്തം ശരിയാകാതെ പോവുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും നമ്മുടെ ബോഡിയിൽ തൈമസ് ആക്റ്റീവ് ആയിരിക്കുന്നത് 12-13 വയസ്സ് വരെ. ടീനേജ് വരുന്നതോടുകൂടി പിന്നെ അത് കുറഞ്ഞു പോകും, അവരുടെ ഫങ്ഷൻസ് കുറഞ്ഞു പോകും. അപ്പം ഈ ടൈമിലാണ് നമ്മളുടെ ഈ ഒരു മേജർ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു മേജർ കാര്യങ്ങൾ നടക്കുന്ന ഒരു ടൈമാണ് ഈ കുട്ടികൾ, പ്രത്യേകിച്ച് ഈ ടീനേജിന് മുമ്പുള്ള സമയം, 12 വയസ്സ് വരെയുള്ള സമയം. അപ്പം അവിടെ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നു കഴിഞ്ഞാലും നമുക്ക് ആ സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ നെഗറ്റീവായിട്ട് ബാധിക്കാം. പ്രത്യേകിച്ച് ഒത്തിരി ടു മച്ച് ഓഫ് ടോക്സിൻ എക്സ്പോഷറും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകാം. അപ്പം സെൽഫും നോൺ സെൽഫും കണ്ടുപിടിച്ച് പഠിച്ച സെല്ലുകളായിരിക്കണം നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവുക. അതാണ് ബേസിക്കലി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ നമ്മളുടെ സെല്ലുകളെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥയാണ്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പട്ടാളക്കാർ നമ്മുടെ സിവിലിയൻസിനെ തന്നെ പട്ടാളക്കാർക്ക് മനസ്സിലാതെ വരുന്നു, സിവിലിയനാണോ ശത്രുവാണോ, ഇൻവേഡേഴ്സാണോ അതോ ശത്രുവാണോ, നമ്മളുടെ സിവിലിയൻസ് ആണോ എന്ന് അറിയാൻ മേലാതെ ശത്രുവാന്ന് കരുതി നമ്മുടെ സെല്ലിന് നമ്മുടെ പട്ടാളക്കാർ ബോംബിട്ടും വെടിവെച്ചും കൊല്ലുന്നത് പോലെയാണ് ഇൻ ഇഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് സംഭവിക്കുന്നത്. നമ്മളുടെ സെല്ലുകളെ തന്നെ നശിപ്പിക്കുകയാണ് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് എങ്ങനെയാണ് ഈ ഇമ്മ്യൂൺ റെസ്പോൺസ് വരുന്നത്. അതായത് നമ്മളൊരു ബാക്ടീരിയ വന്നു, അല്ലെങ്കിൽ വൈറസ് വന്നു, അല്ലെങ്കിൽ ഒരു ടോക്സിൻ വന്നു, അവരെങ്ങനെയാണ് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ്. ബേസിക്കലി എന്തെങ്കിലും നോൺ സെൽഫ് നമ്മളുടെ ബോഡിക്ക് വേണ്ടാത്തതാണെന്നുള്ള ഒരു സാധനമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലമേറ്ററി റിയാക്ഷനാണ് വരുന്നത്. ഈ ഇൻഫ്ലമേറ്ററി റിയാക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ PRR എന്ന് പറയും, ഒരു പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റേഴ്സ്. അത് നമ്മളുടെ ഈ മാക്രോഫേജസ്, നമ്മളുടെ ഈ ഒരു ടൈപ്പ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസാണ് മാക്രോഫേജിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പതോജനായിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഒരു ബാക്ടീരിയ, ഈ ബാക്ടീരിയയിൽ ഒരു പ്രത്യേകതരം പ്രോട്ടീനോ പോലെയുള്ള സാധനം ഉണ്ടാകും. പതോജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ എന്ന് പറയും, പാംസ് എന്ന് പറയും. ഓക്കെ, അതിൻ്റെ ഷോർട്ട് ഫോംസ് ആയിട്ട് പാംസ്, മറ്റേത് PRR. ഇത് ശരിക്കും ഇവരാണ്, ഇത് രണ്ടും കൂടെ ഈ ഒരു പാംസിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മാക്രോഫേജ് ഓർ വൈറ്റ് ബ്ലഡ് സെൽസ് ഒരു പാംസ്, അതായത് പതോജൻ അസോസിയേറ്റഡ് മോളിക്കുലർ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ അവർ ആക്ടിവേറ്റഡ് ആവും. പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റേഴ്സ് ആണ് ഇതിനെ അതായത് നമ്മളുടെ വെള്ള രക്താണുക്കളിലുള്ള പാറ്റേൺ റെക്കഗ്നിഷൻ റിസപ്റ്റേഴ്സ് മറ്റൊരു സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് വരും. നമ്മളതെങ്ങനെ അറിയാം? നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം എങ്ങനെയാണ്? നമ്മൾ ആരെങ്കിലും ടോക്സിൻസോ അല്ലെങ്കിൽ ബാക്ടീരിയോ വൈറസോ കയറിയിട്ടുണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയാം? അത് അവിടെ നടന്ന് ഇപ്പോൾ ഒരു ലെവല് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്നും ആണെങ്കിൽ നമ്മൾ അറിയാതെ പോകും. അതാണ് സബ് ക്ലിനിക്കൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ലെവല് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ
ഫസ്റ്റ് വരുന്നത് ക്ഷീണമായിരിക്കും. നമുക്കറിയാമല്ലോ ഏത് വൈറൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ വരുമ്പോൾ ആദ്യം ഒരു ക്ഷീണമായിരിക്കും തോന്നുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പലപ്പോഴും പെയിൻ ആയിരിക്കും വരിക, പിന്നെ പനി വരും, പിന്നെ എവിടെയെങ്കിലും നീർക്കെട്ട് പോലെയൊക്കെ വരാൻ തുടങ്ങും, പിന്നെ ചുമപ്പ് വരും. ഈ 5 സൈൻസാണ് നമ്മൾ കാർഡിനൽ സൈൻസ് ഓഫ് ഇൻഫ്ലമേഷൻ. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി എന്ന് നമ്മുടെ ബോഡി തിരിച്ചറിയുന്നത് അപ്പോഴാണ്. അപ്പം ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞു എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ഒരു പ്രൊട്ടക്റ്റീവ്, ശരിക്കും പറഞ്ഞ് ഈ വേദനയൊക്കെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം ആയിട്ടാണ്. നമുക്ക് വേദന അറിയാൻ പറ്റില്ല എന്ന് വരുമ്പോഴാണല്ലോ ഈ ന്യൂറോളജിക്കൽ ഡാമേജ് ഒക്കെ വന്ന് ഇപ്പോൾ ഡയബറ്റീസുകാരുടെ വിരലൊക്കെ മുറിച്ച് കളയേണ്ട വരുന്നതും, അതുപോലെ തന്നെ ഈ കുഷ്ഠരോഗം വന്ന് അങ്ങനത്തെ രോഗം വരുമ്പോഴും നെർവ് സിസ്റ്റത്തെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റാതെ വന്ന് വേദന അറിയാൻ പറ്റില്ല. അങ്ങനെ ആണ് അവരുടെയും ഈ വിരലുകളൊക്കെ അറ്റുപോകും. പലപ്പോഴും ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാതെ പോകും. അങ്ങനെ ഓരോ വിരലൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എല്ലാം ഈ കുഷ്ഠരോഗത്തിലും അത് തന്നെയാണ്, നെർവ്സിനെയാണ് ബാധിക്കുന്നത്. അപ്പം നമ്മളുടെ വേദന എന്ന് പറയുന്നത് നമുക്കൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. അതിൽ അതാണ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ വേദനയോ പനിയോ ക്ഷീണമോ നീർക്കെട്ടോ അല്ലെങ്കിൽ ചുമപ്പ് നിറം, സ്കിന്നിലൊക്കെ ചുമപ്പോ അല്ലെ ജോയിൻറ്റിന് ചുറ്റും നീരും ചുമപ്പും ഒക്കെ വരികയൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, നമ്മളെ ഒരു ഇൻവേർട്ടർ വന്നിരിക്കുന്നു എന്ന് നമ്മുടെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുന്നത് പോലെ വേണം നമ്മളതിനെ കണക്കാക്കാനായിട്ട്. നെക്സ്റ്റ്, ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷനിൽ തന്നെ നമുക്കറിയാം ഇതിനൊക്കെ ഒരു പറയുന്നത് നമ്മൾ നോർമലുള്ളത് ബാക്ടീരിയയൊക്കെ വരുന്നത് പിടിക്കാനായിട്ടിരിക്കുന്നത്. പിന്നെ ഉണ്ടൊരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയും. അതായത് ഇമ്മ്യൂൺ സിസ്റ്റം അബ്നോർമലായിട്ട് റിയാക്ട് ചെയ്യുക. അത് 2 ടൈപ്പ് രോഗങ്ങളാണ് അത് മുതലേ ഉണ്ടാകുന്നത്. ഒന്ന് അലർജിക് ഡിസോർഡേഴ്സ്. അത് നമ്മൾ എന്തെങ്കിലും നമുക്ക് പറ്റാത്തത് കഴിക്കാമെന്നില്ല, ചിലപ്പം നമ്മൾ എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് പറ്റിയാലോ അല്ലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചൊറിഞ്ഞു തടിക്കുക, അലർജി, അല്ലെങ്കിൽ ആസ്മ, ശ്വാസമുട്ടൽ, റെസ്പിറേറ്ററി അലർജിക്കാണ് നമ്മൾ ആസ്മ എന്ന് പറയുന്നത്. അതാണ് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹൈപ്പർ സെൻസിറ്റീവ് ആണ്, അത് ഓവറായിട്ട് ആക്ട് ചെയ്യുന്നു. അത് അലർജി ആയിട്ടും വരാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടും വരാം. അലർജി നമ്മൾ പറഞ്ഞ പോലെ സ്കിന്നിൽ ചൊറിച്ചിൽ തടുപ്പൊക്കെ ആയിട്ട് വരും. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണല്ലോ, ഇപ്പോൾ സ്കിന്നിൽ വരുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഒരു മേജർ എക്സാമ്പിൾ നമ്മൾ എക്സിമ, ഈ വരട്ടി ചൊറി എന്നൊക്കെ പറയാല്ലേ, അല്ലെങ്കിൽ ഒരു തരം സ്കിന്നൊക്കെ യൂസ് ചെയ്യുന്ന പോലെ വരുന്നത്. പിന്നെ സോറിയാസിസ്, സ്കിൻ പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്നത്. പിന്നെ ലൈക്കൻ പ്ലാനസ്, അങ്ങനെ സോ മെനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട് സ്കിന്നിനെ ബാധിക്കുന്നത്. പിന്നെ ജോയിൻറ്റിനെ ബാധിക്കുന്നത് നമുക്കറിയാം, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, പിന്നെ റുമാറ്റിക് ഫീവർ ഉണ്ട്. റുമാറ്റിസം വന്നിട്ട് ജോയിൻറ്റിനെയും ബാധിക്കും, അതിൽ ഹാർട്ടിനെ വാൽവിനെ തന്നെ ഡാമേജ് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ പല നമ്മൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് നെർവ്സിനെ ബാധിക്കുന്നതാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. അതായത് നമ്മുടെ ഈ ബ്രെയിൻ നെർവ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു സപ്പോർട്ടീവ് സെൽസ് ഉണ്ട്, അതിന് ഡാമേജ് വരുന്നതാണ് മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ സ്ക്ലെറോസിസ് കയ്യോ കാലമാണ് ബാധിക്കുന്നതെങ്കിൽ അവിടെ ശക്തി കുറയുക, ചിലപ്പോൾ സെൻസറി കുറവ് വരും. ഇപ്പം ബ്രെയിനിനുള്ളിലെ സെൽസിനെയാണ് ബാധിക്കുന്നതെങ്കിൽ അതിൽ ചിലപ്പം സൈക്കാട്രിക് മാനിഫെസ്റ്റേഷനായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരാം. അതിൽ തന്നെ ഇപ്പോൾ ഈ പലതരം ഇമ്മ്യൂൺ റിയാക്ഷൻസ് വരും. ഇമ്മീഡിയറ്റ് ടൈപ്പ് എന്ന് പറയും, അതുപോലെ ഡിലേഡ് വരും. അതുപോലെ ഇമ്മീഡിയറ്റ് ടൈപ്പിൽ തന്നെ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ അതൊരു IgE മീഡിയേറ്റഡാണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ ആൻറ്റിബോഡീസ് ഒക്കെ ഉണ്ടല്ലോ, അതിലെ ഒരു IgE മീഡിയേറ്റഡ് ആണ് ഈ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് വരുന്ന തുമ്മൽ, ചുമ, ശ്വാസം മുട്ടൽ, ഇതൊക്കെ ഇമ്മീഡിയറ്റ് റിയാക്ഷനിൽ പെട്ടത്. അത് ബേസിക്കലി അലർജിക് റിയാക്ഷനാണ് ഇതൊക്കെ, IgE മീഡിയേറ്റഡ്. നെക്സ്റ്റ് ഉള്ളത് IgG മീഡിയേറ്റഡ് ആണ്, അത് ടൈപ്പ് 2 റിയാക്ഷൻ എന്ന് പറയും. അത് ഇമ്മീഡിയറ്റ് ചിലപ്പോൾ ഒരു 24 ഹവേഴ്സിനുള്ളിലൊക്കെ അത് വന്നിട്ട് ചിലപ്പോൾ നമുക്ക് പറ്റാത്ത ഒരു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 24 ഹവേഴ്സ് കഴിയുമ്പോഴായിരിക്കും അത് പതുക്കെ വരാൻ തുടങ്ങുന്നത്. പിന്നെ നെക്സ്റ്റ് ടൈപ്പ് 3 റിയാക്ഷൻ ഉണ്ട്, അത് ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് എന്ന് പറയും. അത് ഈ ആൻറ്റിബോഡിയും കോംപ്ലിമെൻറ്റും ഒക്കെ കൂടി ഒരു കോംപ്ലക്സ് പോലെ ഉണ്ടാക്കി അതിനെയാണ് ഈ ഫാഗോസൈറ്റോസിസും കൂടി ഇനിഷ്യേറ്റ് ചെയ്യുക. അതായത് നമുക്ക് എന്തെങ്കിലും വേണ്ടാത്ത സാധനം ഉണ്ടെങ്കിൽ അതിനെ ഈ നമ്മൾ ഇമ്മ്യൂൺ സെൽസ് പിടിച്ച് ഇങ്ങനെ വിഴുങ്ങുകയാണ്, പരിപാബ് വിഴുങ്ങുന്ന പോലെ ഒരു സെറ്റപ്പാണ് അതിന് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ ആക്ടിവേറ്റഡ് ആവും.
അതാണ് ഈ ടൈപ്പ് 3 മീഡിയേറ്റഡ് എന്ന് പറയുന്നത്. പിന്നെ ടൈപ്പ് 4 ആണ്. ടൈപ്പ് 4 ശരിക്കും നമ്മൾ ടി സെൽ മീഡിയേറ്റഡ് ആണ്. അതായത് നമ്മുടെ ടി സെൽ എന്ന് പറയുന്നത് തൈമസിൽ പോയി പഠിച്ചൊക്കെ വന്നവരാണ്. പക്ഷെ അവരുടെ പഠിത്തം ശരിയായില്ല. അവർ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് പലപ്പോഴും പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലും വരുന്നത്. ഐദർ ടൈപ്പ് 3 റിയാക്ഷൻ, ടൈപ്പ് 2 ആകാം, ടൈപ്പ് 3 ആകാം, ടൈപ്പ് 4 ആകാം. ഈ റിയാക്ഷൻസ് ഒക്കെ യൂഷ്വലി ഓട്ടോ ഇമ്മ്യൂൺ, അതായത് ചിലപ്പോൾ ഒരു ദിവസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് വരാൻ തുടങ്ങുന്നത്. ചിലപ്പോൾ ഒരു സാധനം നമ്മൾ പറ്റാത്ത എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം എടുക്കും. ചിലപ്പോൾ ഈവൻ 1 വീക്ക് വരെ 1 വീക്കല്ല, ഈവൻ 3 to 4 വീക്സ് വരെ താമസിച്ചെന്നിരിക്കും. അതിൻ്റെ ഒരു ഈ താമസിച്ച് വരുന്ന റിയാക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾക്കൊക്കെ വരുന്ന തക്കാളിപ്പനി എന്ന് പറയുമല്ലോ. അപ്പോൾ പനി വന്നിട്ട് ഒരാഴ്ച ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിയുമ്പം ഒരു വൈറൽ ഫീവറൊക്കെ വന്ന് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസം കഴിയുമ്പോഴായിരിക്കും മേത്തൊക്കെ ചുമന്നു തടിക്കാനും അത് രക്തക്കൊഴലുകളെയാണ് ബാധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ വരും. വാസ്കുലോപ്പതിയാണ് ശരിക്കും അതിനകത്ത് മെയിൻലി സംഭവിക്കുന്നത്. അത് അതിനുള്ള ഒരു എക്സാമ്പിളാണ്. അത് ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാൻ കാരണം ആ വൈറസ് കാരണം നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ നമ്മളുടെ വൈറസ് കയറിയ സെല്ലുകളെ ഇമ്മ്യൂൺ സിസ്റ്റം തിരിച്ചറിയുന്ന അത് അബ്നോർമൽ സെല്ലായിട്ടാണ്. അപ്പോൾ ആ വൈറസും ഇതുമായിട്ടുള്ള ഒരു റിയാക്ഷൻ പോലെ വരുന്ന. അതുപോലെ തന്നെ റുമാറ്റിക് ഫീവർ വരുമ്പോൾ പനിയായിരിക്കും ആദ്യം വരുന്നത്. അത് കഴിഞ്ഞ് ജോയിൻറ്റിന് വേദന വരും. അങ്ങനെ പല പ്രാവശ്യം പനിയും ജോയിൻറ്റ് വേദനയും എല്ലാം വന്നു കഴിയുമ്പോഴാണ് നമ്മളുടെ ഹാർട്ട് വാൽവ് ഡാമേജ് ചെയ്യുന്നത്. അതിന് ജനറലി പറയാറുണ്ട് റുമാറ്റിക് ഫീവർ ലിക്സ് ദ ജോയിൻറ്റ്, അതായത് ജോയിൻറ്റ് വേദനയൊക്കെ വന്ന് അതങ്ങ് പോകും. പക്ഷെ ബൈസ് ദ ഹാർട്ടിന് അത് പെർമനൻറ്റ് ഡാമേജ് വരുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വന്നാണ് പലർക്കും ഈ മൈട്രൽ വാൽവ് റീപ്ലേസ്മെൻറ്റ്, അയോട്ടിക് വാൽവ് റീപ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യേണ്ട വരുന്നത്. നമ്മൾ അതിന് പണ്ടൊക്കെ നമ്മൾ പെൻസിൽ ഇഞ്ചെക്ഷൻ കൊടുക്കുമായിരുന്നു. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാം. അത് ബേസിക്കലി എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഈ ടോൺസിലിൽ ആദ്യം ഇൻഫെക്ഷൻ വരും, അതായത് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ വരും. ഈ സ്ട്രെപ്റ്റോകോക്കസ് ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മളുടെ ബോഡി ഒരു ആൻറ്റിബോഡി ഉണ്ടാക്കും. പക്ഷേ ഈ ആൻറ്റിബോഡി നമ്മളുടെ സ്ട്രെപ്റ്റോകോക്കയിലെ ആ ആൻറ്റിജനും നമ്മളുടെ ഹാർട്ട് വാൽവും വാസ്കുലർ മെക്കാനിസവും തമ്മിൽ ഒരു സാമ്യമുണ്ട്. അപ്പോൾ ആ സാമ്യം തിരിച്ചറിയാൻ പറ്റാതെ അതാണെന്ന് കരുതി നമ്മൾ ബാക്ടീരിയ ആണെന്ന് കരുതി നമ്മുടെ ഹാർട്ടിൻ്റെ വാൽവിനെ അറ്റാക്ക് ചെയ്യും. അതാണ്, അല്ലെങ്കിൽ ജോയിൻറ്റിൽ അറ്റാക്ക് ചെയ്യും. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഇൻ ഇഫക്റ്റ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ സിസ്റ്റം നമ്മളുടെ ബോഡി അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് വന്നിരിക്കുന്നത് ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷനാണ്, അല്ലെങ്കിൽ ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. ഈ സെയിം മെക്കാനിസം തന്നെ നമുക്ക് കുട്ടികൾക്കാണ് അത് കൂടുതലുണ്ടാകുന്നത്. പ്രത്യേകിച്ച് നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ് എന്നൊക്കെ പറഞ്ഞു വരും. നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ യൂറിനിൽ കൂടെ ബ്ലഡ് പോകുന്ന പോലെ ആയിരിക്കും വരുന്നത്. നെഫ്രോട്ടിക് സിൻഡ്രോമിന് യൂറിനിൽ കൂടെ പ്രോട്ടീൻ ആയിരിക്കും കൂടുതൽ പോകുന്നത്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അതിൻ്റെ കൂടെ പ്രഷറും ഒക്കെ ഉണ്ടാകും. അത് കിഡ്നിയാണ് ബാധിക്കുന്നത്. അത് ശരിക്കും ഞാൻ ഈ പറഞ്ഞൊരു ഇമ്മ്യൂൺ കോംപ്ലക്സ് ടൈപ്പാണ്. അത് നമ്മളുടെ ഓട്ടോ ഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് ഈ ബാക്ടീരിയയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. അത് പോയി നമ്മുടെ കിഡ്നിയിൽ ഡെപ്പോസിറ്റ് ചെയ്യും. അത് അവിടെ കിഡ്നിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ് കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ ബേസിക്കലി ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പലതും ഈ ബാക്ടീരിയോ വൈറസോ വന്നതിൻ്റെ ശേഷമായിട്ട് വരാം. ഇപ്പം നമ്മൾ പറയുന്നുണ്ടല്ലോ പലപ്പോഴും പല ആർത്രൈറ്റിസും പല രോഗങ്ങളും കോവിഡ് വന്നതിന് ശേഷം വരുന്നു. അത് ഈ കോവിഡ് നമ്മളുടെ ഈ ഇമ്മ്യൂൺ സെൽസിനെ അറ്റാക്ക് ചെയ്ത് അതിനകത്ത് കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേരിയേഷൻ കൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തിരിച്ചറിവ് നഷ്ടപ്പെടുന്നതാണ് ഇതിനെല്ലാം കാരണം വരുന്നത്. ബേസിക്കലി ഏത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണേലും അതിന് ഇതിലൊക്കെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് അറിയാം. പലതിനും ചിലപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. ഇപ്പോൾ ഈ ഗില്ലൻ ബാരി സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞു വേറൊരു ഇത് വരും. അത് ഈവൻ കോവിഡ് വന്നു കഴിഞ്ഞിട്ട് വാക്സിൻ എടുത്തവർക്ക് വല്ല ഗില്ലൻ ബാരി സിൻഡ്രോം ആണ്. അത് നമ്മൾ നെർവ്സിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അത് പണ്ട് കാലത്ത് കൂടുതൽ വന്നിരുന്നത് ഈ പേപ്പട്ടി വിഷത്തിന് വേണ്ടിയിട്ടുള്ള, പേപ്പട്ടി കടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്സിൻ എടുക്കുമായിരുന്നല്ലോ. അത് അന്ന് ഹോസിന്ന് ഉണ്ടാക്കുന്നതായിരുന്നു. മോർ ടോക്സിക്, മോർ ഇമ്മ്യൂണോജനിക് ആയിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ പേപ്പട്ടി വിഷബാധയ്ക്ക് വേണ്ടിയിട്ട് ഈ ഇതെടുത്തവർക്കും ഗില്ലൻ ബാരി സിൻഡ്രോം വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. ഈ വൈറസും അതിൻ്റെ ആൻറ്റിബോഡിയും നമ്മൾ അതും ഹോസി എന്നുള്ളതും ഒക്കെയാണല്ലോ. അപ്പോൾ അത് നമ്മളുടെ
നർവ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് നേഴ്സിനെ ഡാമേജ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ ഇറ്റ്സ് ഒരു വെരി കോംപ്ലക്സ് ഇതാണ്. അപ്പം എല്ലാവർക്കും നേരത്തെ ഈ ടൈപ്പ് ഓഫ് വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ മനസ്സിലാകും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ ഉള്ളത് പറയുമ്പം ചിലപ്പോൾ അത്ര മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കുകയില്ല. അപ്പം നമ്മളുടെ ബേസ് വീഡിയോസ് ഉണ്ട് ഈ ഇമ്മ്യൂണിറ്റിയെ കുറിച്ചൊക്കെ പറയുന്നത്. അതും കൂടെ മനസ്സിലാക്കിയവർക്ക് ഇതൊക്കെ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ഗ്രൂപ്പിൽപ്പെട്ട ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇമ്മ്യൂണോസപ്രസൻസ് ആണ്. ഇമ്മ്യൂണോസപ്രഷന് വേണ്ടിയിട്ട് പലപ്പോഴും ഒന്നെങ്കിൽ സ്റ്റിറോയിഡ്സ് പോലെയുള്ള ഹോർമോൺസ് ആകാം, അല്ലെങ്കിൽ ആൻറ്റി മെറ്റബോളൈറ്റ്, അതായത് നമ്മളുടെ മെറ്റബോളിസം പുതിയ സെല്ലിനെ ഉണ്ടാകുന്നതിനെ അങ്ങ് ബ്ലോക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിൽ നമ്മളുടെ ഈ ഇമ്മ്യൂൺ സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസിനെ ഉണ്ടാക്കുന്നതും അതിൻ്റെ ആൻറ്റിബോഡീസ് ഉണ്ടാക്കുന്നതും ഒക്കെ കൂട്ടിയാലല്ലേ പറ്റുള്ളൂ. അപ്പോൾ അത് കൂട്ടാതെ അങ്ങ് ബ്ലോക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതിനാണ് നമ്മൾ ഈ ആർത്രൈറ്റിസോ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉള്ളവർക്ക് മെത്തോട്രെക്സെറ്റ് പോലെയുള്ള മരുന്നുണ്ടാകും. അതുപോലെ പലതരം സ്റ്റീറോയിഡ്സ് ഉണ്ടാകും. ഈവൻ നമ്മളുടെ ഓട്ടോഇമ്മ്യൂൺ ആയിട്ടുള്ള ആക്ടിവിറ്റി സപ്രസ് ചെയ്യാൻ, അതായത് നമ്മുടെ നോൺ സെൽഫാണല്ലോ നമ്മളിപ്പോൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വേറൊരാളുടെ ഓർഗൻ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്ത് വെച്ചാൽ അതിനെ നശിഞ്ഞു പോകും, നമുക്ക് അത് റിജക്റ്റ് ആകും. അതിനും വെരി സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂണോസപ്രസൻസ് എടുക്കുന്നുണ്ട്. അതേപോലെയുള്ള ഇമ്മ്യൂണോസപ്രസൻസ് ആണ് പലപ്പോഴും നമ്മൾ ഈ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിന് ഉപയോഗിക്കുന്നത്. പലപ്പോഴും ഇതൊക്കെ ക്യാൻസറിന് ഉപയോഗിക്കും. ആൻറ്റി മെറ്റബോളൈസും ഒക്കെ ക്യാൻസറിന് ഉപയോഗിക്കും. അതാണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, പലപ്പോഴും നമ്മൾ ഈ മരുന്നുകളൊക്കെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസിനുള്ളതും ക്യാൻസറിനുള്ളതും ഒക്കെ പലതും കോമൺ ആയിട്ടുള്ള മരുന്നുകളായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. ഈവൻ പലപ്പോഴും സെയിം മരുന്നുകൾ തന്നെ അലർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. കാരണം ഇതെല്ലാം ബേസിക്കലി ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു ഓവർ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ തിരിച്ചറിവ് നഷ്ടപ്പെടുന്ന ഒക്കെയാണ് ഇതിൻ്റെ എല്ലാം ബേസായിട്ട് വരുന്നത്. അപ്പം നെക്സ്റ്റ് നമ്മൾ ശരിക്കും ന്യൂട്രീഷനിക് ഇമ്മ്യൂണോസപ്രഷൻ സിമ്പിളാണ്, പക്ഷേ അതിനനുസരിച്ചുള്ള സൈഡ് ഇഫക്ട്സ് ഉണ്ട്. ആൻറ്റി മെറ്റബോളൈറ്റ് ക്യാൻസർ പോലെയുള്ളതിനാണെങ്കിൽ അതിനും വളരെ ടോക്സിക്കാണ്. ഏറ്റവും കൂടുതൽ ടോക്സിസിറ്റി വരുത്തുന്നത് നമ്മുടെ ബോൺ മാരോയാണ്. അപ്പോൾ ഇത്തരം മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ബോൺ മാരോ ഡിപ്രഷൻ വരാം. പിന്നെ സ്റ്റിറോയിഡ്സ് ഉപയോഗിക്കുന്നവർക്ക് നമുക്കറിയാമല്ലോ ഓവർ വെയിറ്റ് കൂടാം, ബോണിന് ഫ്രാക്ചർ വരാനുള്ള ചാൻസ് ഉണ്ട്, ഡയബറ്റീസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ഈവൻ സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, ഡിപ്രഷനും ആങ്സൈറ്റിയും ഇതെല്ലാം കയറി കൂടുതൽ വരാനുള്ള സാധ്യതകൾ ഈ മരുന്നുകൾക്കെല്ലാം ഉണ്ട്. അപ്പം നമുക്ക് ന്യൂട്രീഷനിൽ കൂടെ ഇത് കറക്റ്റ് ചെയ്യാം. നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ന്യൂട്രിയൻസ് വെച്ചാണ്, നമ്മുടെ ഇമ്മ്യൂൺ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ന്യൂട്രിയൻ സെൽസ് വെച്ചാണ്, നമ്മുടെ ജോയിൻറ്റിൻ്റെ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്ന ഹാർട്ടിൻ്റെ സെൽ ഉണ്ടാക്കിയിരിക്കുന്നതും വാൽവ് ഉണ്ടാക്കിയിരിക്കുന്നതും എല്ലാം നമ്മുടെ ന്യൂട്രീഷൻ വെച്ചാണ്. അപ്പം എന്തുകൊണ്ടും നമുക്ക് ഈ ഇമ്മ്യൂണിറ്റിയെ സപ്രസ് ചെയ്യല്ല, ഇമ്മ്യൂണിറ്റി റിപ്പയർ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് രോഗം വന്നിരിക്കുന്നതാണ് ഈ അലർജി. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വരുന്ന രോഗമാണ് ശരിക്കും പറഞ്ഞാൽ അലർജി ആയിട്ടും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസായിട്ടും ക്യാൻസറായിട്ടും എല്ലാം മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മളുടെ ബോഡിയുടെ എല്ലാ ഫങ്ഷൻസും പ്രോപ്പറായിട്ട് കൊണ്ടുപോകുന്ന റെസ്പോൺസിബിലിറ്റി ഇമ്മ്യൂൺ സിസ്റ്റത്തിനാണ്. അതിനൊന്നും പ്രോപ്പർ ഫങ്ഷനിങ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ വരുന്നത്. അതിൽ നമുക്ക് തന്നെ അറിയാം, അലർജി ആണെങ്കിലും ഇതും ഒക്കെ ഡയറക്റ്റ്ലി ഇമ്മ്യൂൺ സിസ്റ്റമായിട്ട് റിലേറ്റഡ് ആണ്, പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരുന്നത്. അപ്പം എങ്ങനെ നമ്മൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗം അതെന്തും ആയിക്കോട്ടെ, ഹൈപ്പർ തൈറോയിഡിസം ആകാം, ഹാഷിമോട്ടോ തൈറോയിഡിസം വന്ന് ഹൈപ്പർ തൈറോയിഡിസം ആകാം, അല്ലെ ഗ്രേവ്സ് ഡിസീസ് പോലെയുള്ള ഹൈപ്പർ തൈറോയിഡിസം ആകാം, അല്ലെങ്കിൽ ആർത്രൈറ്റിസ് ആവാം, ഓർ ഓട്ടോ ഇമ്മ്യൂൺ ന്യൂറോപ്പതി ആവാം, ഓർ ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ലങ് ഡിസീസ് ആകാം, ഓട്ടോ ഇമ്മ്യൂൺ IgA നെഫ്രോപ്പതി പോലെയുള്ള കിഡ്നിക്ക് വരുന്ന പ്രോബ്ലം ആകാം. ഇത് ഏതാണേലും ഇതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് വരുന്നത്. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ബേസിക്കലി വേണ്ടത് എന്താ? അവരുടെ ഇമ്മ്യൂൺ സെൽസ് ഹെൽത്തി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രീഷനാണ് വേണ്ടത്. കറക്റ്റ് ന്യൂട്രിയൻ്റ് ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഇമ്മ്യൂൺ സെൽസിനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മളുടെ ഈ ഇമ്മ്യൂൺ സെൽസ് അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നത് പോലെ നമ്മളുടെ ഡാമേജായ സെല്ലിനെ നശിപ്പിക്കേണ്ടതും അതുപോലെ പുതിയ സെല്ലിനെ ഉണ്ടാക്കുന്നത് ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റം 2 വിങ്സ് ആണ്. ഒന്ന് നശിപ്പീര്, ഡിഫെൻസ്, രണ്ടാമത് റിപ്പയർ.
അപ്പം നശിപ്പേരും ഡിഫൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് omega-6 എന്ന് പറഞ്ഞ ഫാറ്റാണ്. അതുപോലെ റിപ്പയറിനെ കൺട്രോൾ ചെയ്യുന്നത്, അത് റിപ്പയറിനെയും റീബിൽഡിങ്ങും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് omega-3 ആണ്. അപ്പം ഇമ്മ്യൂൺ സിസ്റ്റത്തിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാലൻസ് ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ഫസ്റ്റ് ആയിട്ട് വേണ്ടത് നമ്മൾ omega-3/6 ബാലൻസ് നമ്മുടെ ബോഡിയിൽ, നമ്മളുടെ ഫുഡിൽ വരണം. ദെൻ നമ്മുടെ ബോഡി കോമ്പോസിഷൻ, നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ഫാറ്റിൽ വരണം. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഓരോ സെല്ലിൻ്റെയും സെൽ വോളും മെംബ്രെയിൻസും ഉണ്ടാക്കിയിരിക്കുന്നത് ഫാറ്റ് വെച്ചാണ്. അപ്പോൾ ആ സെൽ വോളും സെല്ലിൻ്റെ മെംബ്രെയിൻസും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫാറ്റിലും omega-3/6 റേഷ്യോ 1:1 ആക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻഫ്ലമേഷൻ ലെവൽ കുറയും, നമ്മുടെ റിപ്പയർ പോസിബിലിറ്റി കൂടും. ഈവൻ ഓരോ സെല്ലുണ്ടാക്കുമ്പോൾ ആ സെല്ലിൽ വന്നിരിക്കുന്ന ഈ ഫാറ്റ്, അതായത് സെല്ലുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റോ ഹൈലി omega-6 ഉള്ളതോ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈവൻ ട്രാൻസ് ഫാറ്റൊക്കെ ആണെങ്കിൽ ആ സെല്ലിൻ്റെ ലൈഫ് തന്നെ കുറയും. അപ്പം അത് ബാലൻസ് ചെയ്യാനാണ് omega-3/6 ബാലൻസ് കറക്റ്റ് ചെയ്യുക. ഫുഡിൽ കറക്റ്റ് ചെയ്യുക. ബോഡിയിൽ എക്സസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ എക്സസൈസിൽ കൂടെ കുറച്ചുകൊണ്ട് വരികയും ചെയ്യുക. പിന്നെ ഉള്ളത് നെക്സ്റ്റ്, നമുക്ക് ബേസിക്കലി നമ്മുടെ ബോഡിയിൽ ഫാറ്റ് ജെൻസിലാണെങ്കിൽ ഒരു 10-15%, ലേഡീസിനാണെങ്കിൽ 20-25% പാടുള്ളൂ. പലപ്പോഴും ഈവൻ ഈ ഓട്ടോഇമ്യൂൺ രോഗങ്ങളുള്ളവർ മെലിഞ്ഞിരിക്കുന്നവർക്ക് പോലും മിക്കവാറും പേര് 90%ഉം ഓവർ വെയ്റ്റ് തന്നെയായിരിക്കും. മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ തന്നെ അവരുടെ ഫാറ്റ് കുറവായിരിക്കും. കാരണം അവർ ഈ കുറേ നാളുകളായിട്ട് ഈ ഓട്ടോഇമ്യൂൺ ഡിസീസും ആർത്രൈറ്റിസ് ഒക്കെ ആണെങ്കിൽ അവരുടെ ജോയിൻസ് ഒക്കെ തീരെ, ജോയിൻസും ഒന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല, എക്സസൈസ് ഒന്നും ഇല്ലാതിരുന്ന് മസിലും ബോണും ഒക്കെ ദ്രവിച്ചു പോയിട്ടുണ്ടാകും. ആ ഉള്ള ബോഡി എന്ന് പറയുന്നത് തന്നെ 30%, 40% കൊഴുപ്പായിരിക്കും. അപ്പോൾ ഈ എക്സസ് ഉള്ള കൊഴുപ്പ് കുറയണം, മസിൽ ബിൽഡപ്പ് ചെയ്യണം. അപ്പം അതാണ് ഒരു കാര്യം വരേണ്ടത്. പിന്നെ ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ബോഡിയിലെത്തുന്ന ടോക്സിൻസ് കുറയണം. എത്ര ടോക്സിൻസ് കുറയ്ക്കാൻ പറ്റും അത്രയും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തും ബോഡിക്ക് സ്ക്രീൻ ചെയ്തിട്ട് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം സ്ക്രീൻ ചെയ്യണം. അപ്പം നമ്മൾ ഈ കഴിക്കുന്ന മരുന്നുകളെല്ലാം ബോഡിയെ സംബന്ധിച്ചിടത്തോളം ടോക്സിനാണ്. അപ്പം ഈ മിക്കവാറും നമ്മൾ കാണുന്നത് എന്തായിരിക്കുമെന്ന് വെച്ചാൽ, ഓട്ടോഇമ്യൂൺ ഡിസീസ് ഇപ്പം തൈറോയിഡിൻ്റെ മാത്രമായിട്ട് ആർക്കും കാണുകയില്ല. അവർക്കൊന്നെങ്കിൽ ഓവർ വെയ്റ്റ് ഉണ്ടാവും, അതിൻ്റെ കൂടെ പലപ്പോഴും ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും, അങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളായിരിക്കും. ഈ രോഗങ്ങൾക്കെല്ലാം കൂടി കൂട്ടി മരുന്നും കഴിക്കുന്നുണ്ടാവും. അപ്പം നമ്മൾ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആയിരിക്കും ആദ്യം തുടങ്ങുന്നത്, ഹൈപ്പോതൈറോയിഡിസം. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആ ഹൈപ്പോതൈറോയിഡിസം നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്ത് അത് പെട്ടെന്ന് നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ അതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? യൂഷ്വലി ഹൈപ്പോതൈറോയിഡിസം, ശരി, തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എല്ലാവരും ഓരോ എൽട്രോക്സിൻ 50, 25, 50, 75, 100, 150 ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ ഒന്നും മാറുകയില്ല. നമ്മൾ TSHും T3 T4ഉം കറക്റ്റാക്കി കൊണ്ടുപോകത്ത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പിന്നെ വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടി വരുമ്പോഴേക്കും ഡയബറ്റിക് ആകും, പിന്നെ ഹൈപ്പർ ടെൻഷൻ വരും, പിന്നെ ഹാർട്ട് ഡിസീസ് വരും, അതിനൊപ്പം കൊളസ്ട്രോളും കൂടാൻ തുടങ്ങും. തൈറോയ്ഡ് ഹോർമോൺ എന്നുള്ളത് ബേസിക്കലി മെറ്റബോളിസത്തെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാം തെറ്റുന്ന കാരണം കൊളസ്ട്രോൾ കൂടും. അപ്പോൾ ഈവൻ സെക്ഷൽ ഫങ്ഷൻസ് ഡിസ്റ്റർബ്ഡ് ആകും, ഇൻഫെർട്ടിലിറ്റി വരും, ഇങ്ങനെ മൾട്ടിപ്പിൾ പ്രോബ്ലംസിലേക്ക് അവർ മാറുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം ബേസിക്കലി ഇത്തരം മരുന്നുകളും കുറച്ചുകൊണ്ട് ഡയബറ്റീസ് ഇതെല്ലാം ജീവിതശൈലി രോഗത്തിലാണ് പെടുന്നത്. പ്രത്യേകിച്ച് ടൈപ്പ് 2 ഡയബറ്റീസ് ഒക്കെ നമുക്ക് 100% മാറ്റാവുന്ന രോഗമേ ഉള്ളൂ. അപ്പോൾ അത്തരം മരുന്നുകൾ കുറച്ചുകൊണ്ടൊന്ന് നിർത്തണം. പിന്നെ ഫുഡിൽ തന്നെ നമ്മൾ omega-3യും 6ഉം മാത്രം പോരാ, omega-3യും 6ഉം ഒന്നല്ല, അതിനെ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുഡിൽ മറ്റുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ഉള്ള ഫുഡ് വേണം. പിന്നെ ഫുഡിൽ കൂടെയുള്ള ടോക്സിൻസും വരാൻ പാടില്ല. ഇപ്പം നമ്മളുടെ ഫുഡിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ടോക്സിൻസ് വരുന്ന കളറ്, പ്രിസർവേറ്റീവ്സ്, ടേസ്റ്റ് മേക്കേഴ്സ്, അങ്ങനെ ഈവൻ 10,000 ഫുഡ് അഡിറ്റീവ്സ് അപ്രൂവ്ഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മളുടെ ഇപ്പോഴത്തെ ഫുഡിലെല്ലാം നമ്മൾ ഈ സാധനങ്ങളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടാതെ ക്രോപ്സിൽ, അതായത് കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന പെസ്റ്റിസൈഡ്സ്. അപ്പം ഇതെല്ലാം നമ്മൾ മാക്സിമം കുറയ്ക്കുക. അതുകൂടാതെ നമ്മൾ കോസ്മെറ്റിക്സ് ആയിട്ടും
ബോഡി കെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എല്ലാം കളറും പ്രിസർവേറ്റീവ്സും എല്ലാം ചേർത്ത സാധനങ്ങളാണ്. നമുക്കറിയാം ലിപ്സ്റ്റിക്കൊക്കെ ജസ്റ്റ് കളറാണ്, അതൊക്കെ വെരി ഹെവി മെറ്റൽസും എല്ലാം കൂടിയ സാധനം. അതെല്ലാം ലിറ്ററലി ലിപ്സ്റ്റിക് ഇടുന്ന ഒരാളത് തിന്നുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ടോക്സിൻസ് ആയിട്ടാണ് മാറുന്നത്. സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ഈ കോസ്മെറ്റിക് ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ സ്കിന്നിൻ്റെ ഫോളിക്കിൾസ് വഴി, ഹെയർ ഫോളിക്കിൾസ് വഴി ഇതെല്ലാം അബ്സോർബ് ചെയ്ത് ഉള്ളിലേക്ക് എത്തും. ഇതിനെയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വേണം ഡീൽ ചെയ്യാൻ. അപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമുള്ള വ്യക്തി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഫുഡ് കഴിക്കുമ്പം നമ്മൾ ന്യൂട്രിയൻ്റ് എല്ലാം ഉള്ള ഫുഡ് ഉണ്ടാവാനായിട്ടൊന്ന് നോക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ കളറും പ്രിസർവേറ്റീവ്സും കോസ്മെറ്റിക്സും ഒക്കെ ഒഴിവാക്കാൻ നോക്കണം. ബേസിക് എക്സസൈസ്, നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്താൽ മാത്രമേ ഇമ്മ്യൂൺ സിസ്റ്റം ഇമ്പ്രൂവ് ആവുള്ളൂ. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഓട്ടോ ഇമ്മ്യൂൺ രോഗമുള്ളതിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഏത് സിസ്റ്റത്തിനെയും ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മസിൽ മാത്രമേ ആക്ട് ചെയ്യുള്ളൂ. അതാണ് വ്യായാമം എന്ന് പറയുന്നത്, നമ്മുടെ മസിലിനെ ആക്ട് ചെയ്യിപ്പിക്കുകയാണല്ലോ. മസിലിനെ ആക്ട് ചെയ്താലേ ബോണിനെ ആക്ട് ആവുള്ളൂ. ബോൺ ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് മാത്രമേ, ബോണിനുള്ളിലാണ് മജ്ജ ഇരിക്കുന്നത്, മജ്ജ വേണം ഇമ്മ്യൂൺ സിസ്റ്റം സെൽസിനെ ഉണ്ടാക്കാനായിട്ട്. സോ ഇമ്മ്യൂൺ സിസ്റ്റത്തെ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മജ്ജ ആക്ടിവേറ്റ് ചെയ്യണം. മജ്ജ ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. നമ്മളുടെ ബോഡിയിലുള്ള അറൗണ്ട് 230 ബോൺസ് ഉണ്ട്, അതുകൊണ്ട് 650 മസിൽസും ഉണ്ട്. അപ്പം നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മൾ ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നു കഴിഞ്ഞാൽ നേരത്തെ കണ്ടുപിടിക്കാൻ നോക്കുക. കണ്ടുപിടിക്കാൻ നോക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് ക്ഷീണം, നമുക്ക് ലക്ഷണങ്ങളല്ലേ, രോഗം വന്നാൽ ലക്ഷണമല്ലേ ഫസ്റ്റ് വരിക. ലക്ഷണം ക്ഷീണം, പനി, വേദന, മുട്ടുവേദന, തലവേദന, അങ്ങനെ പലതരം വേദനകൾ വരാം. അല്ലെങ്കിൽ ഒരു ലോ ഗ്രേഡ് ഫീവർ. പലപ്പോഴും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിനൊക്കെ ലോ ഗ്രേഡ് ഫീവർ ആയിരിക്കും, അല്ലാതെ വലിയ ടെമ്പറേച്ചർ വരണമെന്ന് നിർബന്ധമില്ല. ചിലതിന് അങ്ങനെയും വരാൻ മേലാന്നല്ല. പിന്നെ ജോയിൻസിനൊക്കെ ആണെങ്കിൽ തടിപ്പ് ഇതൊക്കെ വരും. പിന്നെ സ്കിന്നിനെ സംബന്ധിച്ചുള്ള ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണെങ്കിൽ നമുക്ക് കാണാൻ പലപ്പോഴും കളർ വ്യത്യാസങ്ങൾ വരും, റെഡ്നെസ് വരാം, ഇതൊക്കെയാണ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ കണ്ടാൽ നമുക്ക് രോഗമുണ്ടോ എന്നറിയാൻ നമ്മൾ എങ്ങനെയാണ് ടെസ്റ്റ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇതെല്ലാം ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ രോഗമാണല്ലോ. ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഈ ലക്ഷണങ്ങൾക്ക് തന്നെ കാരണം ഈ ഇൻഫ്ലമേറ്ററി സാധനങ്ങൾ പുറത്തേക്ക് വരുന്നതാണ്. അതിനെ കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് നമ്മളുടെ ബ്ലഡ് കൗണ്ട് തന്നെ, CBC നോക്കുമല്ലോ, WBCസിൻ്റെ നമ്പർ. പിന്നെ ESR എപ്പോഴും ഒത്തിരി കൂടുതലായിരിക്കും. കാരണം ഒരു തരം സി റിയാക്റ്റീവ് പ്രോട്ടീൻ എന്ന് പറഞ്ഞ്, അതാണ് വേറൊരു CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ. ഇതിൻ്റെ അളവ് കൂടാൻ തുടങ്ങും. അപ്പം ഇതിൻ്റെ അളവ് കൂടുമ്പോഴേക്കും ESRഉം കൂടാൻ തുടങ്ങും. അതെല്ലാം അതിൻ്റെ ഒരു മെക്കാനിസമായിട്ടാണ് വരുന്നത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടി ദർ ഇസ് എ പ്രോബ്ലം. ഇമ്മ്യൂൺ സിസ്റ്റം ഓവർ ആക്റ്റീവ് ആകുന്നു, അല്ല ഓവർ ആക്റ്റീവ് ഓർ ഹൈപ്പർ ആക്റ്റീവ് ആകുന്നു. ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ നമ്മൾ പനിയോ ചുമയോ ഒക്കെ ഉള്ളപ്പം CRPയോ ESRO ഒക്കെ കൂടുന്നു, ഓക്കെ, നമ്മൾ ആൻറ്റിബയോട്ടിക്സോ ആൻറ്റിവൈറലോ ഒക്കെ എടുത്ത് അത് കറക്റ്റ് ചെയ്യാം. ഒരു ഇൻഫെക്ഷൻ ഇല്ലാതെ നമുക്ക് ഈ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വേറൊരു അസുഖം അവിടെ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ സ്പെസിഫിക് ആയിട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ മാർക്കേഴ്സ് തന്നെയുണ്ട്. അതിന് ഓരോ ഓർഗൻ വൈസും ഓരോ അസുഖം വൈസും മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഹൈപ്പോതൈറോയിഡിസം ഏറ്റവും കോമൺ ആയിട്ടുള്ളതാണല്ലോ. അതിനകത്താണ് TPO ആൻറ്റി-TG ആണ് നമ്മളൊരു ഓട്ടോ ഇമ്മ്യൂൺ മാർക്കറായിട്ട് എടുക്കുന്നത്. അതുപോലെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ TR ആൻറ്റിബോഡീസാണ് എടുക്കുന്നത്, അതായത് ഹൈപ്പർ ആക്ടിവിറ്റി ഗ്രേവ്സ് ഡിസീസിനാണെങ്കിൽ. ഇങ്ങനെ ഇന്നിപ്പം കുറേ ആൻറ്റിബോഡീസ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പം ആർത്രൈറ്റിസിലാണെങ്കിലും ഉണ്ട്, ഒരു ആൻറ്റിബോഡി പാനൽ തന്നെ ഉണ്ട്. അത് എല്ലാം പലപ്പോഴും ഈ ആൻറ്റിബോഡി പാനലിലേക്കൊക്കെ പോകുമ്പോഴേക്കും ഒത്തിരി എക്സ്പെൻസീവായി പോകും. ഈവൻ ടൈപ്പ് 1 ഡയബറ്റീസ്, അതിനും ഒരു ആൻറ്റിബോഡി പാനലുണ്ട്. അതിനൊക്കെ നമ്മൾ ആ ഫുൾ പാനൽ ചെയ്യുമ്പോഴേക്കും ഓൾമോസ്റ്റ് കുറച്ച് 10,000 കോസ്റ്റ് വരും. അതുപോലെ ആർത്രൈറ്റിസിൻ്റെ പാനലുണ്ട്, അതും ക്വൈറ്റ് എക്സ്പെൻസീവാണ്. പാനലായിട്ട് ആർത്രൈറ്റിസിനൊക്കെ എല്ലാം നോക്കണമെന്നില്ല. RA ഫാക്ടറും ഈ ഒരു CCP എന്നും പറഞ്ഞുണ്ട്. പിന്നെ നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസിലൊരു വളരെ കോമൺ ആയിട്ടുള്ളതാണ് SLE. അതിലാണ് ANA, ഒരു ആൻറ്റി ന്യൂക്ലിയർ ആൻറ്റിബോഡി. അങ്ങനത്തെ
ഇപ്പോൾ അതിനൊക്കെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ട് പിന്നെ ചില ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സിന് മൈസ്തീനിയ ഗ്രാവിസ് അങ്ങനത്തെ ഓരോന്നിനും പലതുണ്ട്. ഒത്തിരി ഒന്നും നോക്കണമെന്നില്ല. ഒത്തിരി നോക്കുമ്പോഴേക്കും നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒത്തിരി എക്സ്പെൻസീവ് ആയി പോകും. അപ്പം ബേസിക്കലി ഒരു ഫ്യൂ ഇത് ചെയ്യുക. ഫൈനലി നമുക്ക് എന്തിനാണേലും മരുന്ന് ഒന്നെങ്കിൽ ഇമ്മ്യൂണോ സപ്രഷനേ ഉള്ളൂ. ഇതിനൊന്നും സ്പെസിഫിക് മരുന്നില്ല. ഒന്നെങ്കിൽ വേദന സംഹാരി സിംറ്റമാറ്റിക് സപ്രഷനും ഉള്ളൂ. ഈ സിംറ്റമാറ്റിക് റിലീഫിന് വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാം നമ്മൾ ഇമ്മ്യൂണോ സപ്രസൻ തന്നെയാണ്. അത് ഇപ്പം നമ്മൾ പെയിൻ കില്ലേഴ്സ് എല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് ആണ്. അതുപോലെ ബ്രോഡായിട്ടുള്ള അതാ പെയിനിന് മാത്രമായിട്ടുള്ളത്. ഇപ്പോൾ ആസ്മയ്ക്കായിട്ടോ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുവാണെങ്കിൽ നമ്മൾ എടുക്കുന്നതും ഈ ഇൻഹേലറൊക്കെ എടുക്കുന്നത് എല്ലാം ഇമ്മ്യൂണോ സപ്രസൻസ് അല്ലെങ്കിൽ ഡയലറ്റേഴ്സ് പോലെയുള്ളത് ആയിരിക്കും ഇതിനകത്ത് എല്ലാം വരുന്നത്. പിന്നെ ഈ സ്റ്റിറോയിഡ് പോലെയുള്ള മെഡിക്കേഷൻസുമാണ്. അതാണ് ഒരു ലെവൽ വരുന്നത്. പിന്നെ നമ്മളിതെല്ലാം നമ്മൾ ഈ പറഞ്ഞ പോലെ ഫുഡും നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഫുഡും വെച്ചാണ്. അപ്പം ന്യൂട്രീഷൻ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ബോഡി കോമ്പോസിഷൻ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ പലപ്പോഴും ചില ഭക്ഷണം ഈ ഓട്ടോഇമ്മ്യൂൺ രോഗങ്ങളുള്ളവരിൽ ചില ഭക്ഷണം അവർക്ക് പറ്റാത്തതുണ്ടാവും. നോർമലായിട്ടുള്ളതായിരിക്കും. നോർമലായിട്ടുള്ളതിനോട് റിയാക്ഷൻ വരുമ്പോഴാണ് നമ്മളൊരു അലർജിക് റിയാക്ഷനാണ് വരുമ്പോഴെങ്കിൽ നമുക്ക് തുമ്മലും ചൊറിച്ചിലും ഒക്കെ വരും. അത് നമ്മൾ അലർജിയിൽ നിന്ന് എടുക്കും. അത് IgE മീഡിയേറ്റഡ്, അത് ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേക രീതിയിലുള്ള അത് ഫാസ്റ്റ് റിയാക്ഷൻ വരുന്നത്. ഓട്ടോഇമ്യൂൺ ഡിസീസ് വരുന്നത് സ്ലോ റിയാക്ഷൻ ആയിരിക്കും. അത് IgG മീഡിയേറ്റഡ് ആകാം, IgA മീഡിയേറ്റഡ് ആകാം, IgM മീഡിയേറ്റഡ് ആകാം, അല്ലെങ്കിൽ ഇപ്പം വേറെ കുറച്ച് കോംപ്ലിമെൻ്റ് ആക്ഷൻ വരാം, ഈവൻ T സെൽ മീഡിയേറ്റഡ് ആവാം. അപ്പം ഇതിലേതാണെങ്കിലും നമ്മൾ അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്ന് കണ്ടുപിടിച്ച് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അത്രയൊക്കെ ഇത്രയും ഡീറ്റെയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ക്ലിനിക്കൽ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇപ്പോൾ വർഷങ്ങളായിട്ട് ആർത്രൈറ്റിസിന് വേണ്ടിയിട്ട് കുറേ മരുന്നുകൾ ഈ മെത്തോട്രെക്സേറ്റും സ്റ്റിറോയിഡ്സും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഓട്ടോഇമ്യൂൺ ഡിസീസ് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ഈ NA പോസിറ്റീവ് ആയിരിക്കും. പിന്നെ ഇത് ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ ഉണ്ടോയെന്ന് അറിയാനായിട്ട് HLA-B27 ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് വരുന്നവരായിരിക്കും. HLA-B27 നോക്കുന്നത് നല്ലത് തന്നെ നമുക്കറിയാം. പക്ഷെ അതൊന്നും നമ്മുടെ രോഗത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കാര്യമായിട്ടില്ല. ഫൈനലി വന്നു കഴിയുമ്പോൾ എന്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാലും അവസാനം ഇമ്മ്യൂണോ സപ്രഷൻ എടുക്കാനേ പറ്റുള്ളൂ. അപ്പം ഇമ്മ്യൂണോ സപ്രഷന് അതിൻ്റെ കോംപ്ലിക്കേഷൻ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ മെഡിസിനിൽ നിന്നും കൂടെ മോചനം കിട്ടാനാണ് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ആവശ്യമായി വരുന്നത്. ചെറിയ തൈറോയിഡിന് മാത്രമേ ഉള്ളൂ, ഹൈപ്പോതൈറോയിഡിസം മാത്രമേ ഉള്ളൂ, അവർക്ക് ലൈഫ് സ്റ്റൈലൊക്കെ സ്വയം കറക്റ്റ് ചെയ്ത് അപ്പം വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക, എക്സസൈസ് റെഗുലറാക്കുക, ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു ഡയറ്റ് എടുക്കേണ്ടവർ അത് ഓവർ വെയിറ്റ് ആണോ അണ്ടർ വെയിറ്റ് ആണോ എന്നും കൂടെ അനുസരിച്ചാണ്. ബേസിക്കലി നമ്മൾ ഈ ഒമേഗ 3യും 6ഉം ഈ നട്ട്സ്, കശുവണ്ടി, കപ്പലണ്ടി, ബദാം, പിസ്റ്റ ഇങ്ങനത്തെയൊക്കെ ഒഴിവാക്കുക, വെജിറ്റബിൾ ഓയിൽസ് കുറയ്ക്കുക. നമ്മൾ മെയിനായിട്ട് നമ്മൾ പയറുവർഗ്ഗങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, ഓവർ വെയിറ്റ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഫ്രൂട്ട്സ് ആവാം, പിന്നെ ഫിഷോ മീറ്റോ മോഡറേറ്റ് ആയിട്ടാകാം നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ. ആ രീതിയിൽ ഒരു ഭക്ഷണത്തിൽ ഒരു മിതമായിട്ട് കഴിക്കുക. നമ്മളുടെ മസിലും ബോണും ബിൽഡപ്പ് ചെയ്യാൻ നോക്കുക, കൊഴുപ്പ് കുറച്ചുകൊണ്ട് വരാൻ നോക്കുക. എക്സസൈസ് നമ്മളെ കൊണ്ട് പറ്റുന്ന, ഇപ്പം രോഗികളായിരിക്കുമ്പം ചെയ്യാൻ, ഇപ്പം വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളവർക്ക് സപ്പോർട്ടോട് കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ഇപ്പം ഹൈപ്പോതൈറോയിഡിസം പോലെയൊക്കെ ഉള്ളവർക്ക് സെൽഫായിട്ട് തന്നെ മാനേജ് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ. അത് പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ക്ലിനിക്കൽ സപ്പോർട്ടൊക്കെ വേണ്ടി വരും. ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്ന് മോചനം നേടാനും സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവ് കൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്ന് മോചനം നേടാനും സാധിക്കൂ. അടുത്തത് ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന്
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്കും ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97-ൽ റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ച് മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെ സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണം എന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. മൂന്നാമതായി ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇതിൽ ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് ഉത്തമമായി പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാണ്. മാത്രമല്ല വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്നുറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടിവരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഓട്ടോഇമ്യൂൺ രോഗങ്ങളിൽ എന്ത് ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിൽ കാണുന്നത് ഒന്ന് ആർത്രൈറ്റിസ് ആണ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്. രണ്ട് തൈറോയ്ഡ്, ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് അതായത് ഹൈപ്പോ തൈറോയിഡിസം ആണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം ഇത്തരം രോഗികൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ളവർ മിക്കവാറും വർഷങ്ങളായിട്ട് പലരും ഈ തൈറോക്സിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ അപ്പോഴേക്കും അവർക്ക് ചിലർക്കാണെങ്കിൽ അപ്പോഴേക്കും ആർത്രൈറ്റിസ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡയബറ്റീസും കൂടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പം മൾട്ടിപ്പിൾ രോഗങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അവർ കുറേ നാളായിട്ട് ഒരു ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നിട്ട് നമ്മളിങ്ങനെ ഒരു സിംറ്റമാറ്റിക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് മാത്രം എടുത്തുകൊണ്ടിരുന്നാൽ യൂഷ്വലി വിതിൻ കുറച്ച് നാളുകൾക്കുള്ളിൽ അവർക്ക് മറ്റു രോഗങ്ങളും കൂടെ വരാൻ തുടങ്ങും. പിന്നെ ഈ ഓട്ടോഇമ്യൂൺ രോഗം ഒരു രോഗമുള്ളവരിൽ കൂടുതലായിട്ട് കാണുന്ന വേറൊരു ഓട്ടോഇമ്യൂൺ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻസ് ആണ്. അതും ശരിക്കും രക്തക്കുഴലുകൾക്ക് എഗൻസ്റ്റായിട്ട് വരുന്ന ഒരിതാണ്. ഈ വെരിക്കോസ് വെയിൻസിൻ്റെ തന്നെ ഒരു ഫോമാണ് ശരിക്കും പറഞ്ഞാൽ പൈൽസും അതുപോലെ ആണുങ്ങളിൽ വരുന്ന ഇൻഫെർട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട ഒരു വെരിക്കോസിൽ എന്ന് പറയുന്നത്. അതും നമ്മളുടെ രക്തക്കുഴലുകളെ പ്രത്യേകിച്ച് വെയിൻസിനെ അതിൻ്റെ ടിഷ്യൂസിനെ ഇമ്മ്യൂൺ സിസ്റ്റം അറ്റാക്ക് ചെയ്യുന്നതാണ്. ആർത്രൈറ്റിസ് ആണെങ്കിലും ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ നിലനിർത്തുന്ന ഒരു കൊളാജൻ ടിഷ്യൂ ഉണ്ട്. ആ കൊളാജൻ്റെ അഗെയിൻസ്റ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഒരു രോഗം വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റതിലേക്ക് പോകാനും ഈവൻ പലപ്പോഴും കുറച്ച് കഴിയുമ്പോഴേക്കും ഹാർട്ടിൽ നോക്കിക്കഴിയുമ്പോൾ ഹാർട്ടിൽ വാൽവിന് MR TR അതായത് റീഗർജിറ്റേഷൻ അല്ലെങ്കിൽ
ഹാർട്ട് വാൽവ് സ്റ്റിഫൻഡ് ആയി പോയിട്ടുണ്ടാകും. അതിന് വേണ്ടിയിട്ട് പോയി പലരും വരാറുണ്ട്. അതിന് വേണ്ടിയിട്ട് വാൽവിൽ റിപ്പയർ ചെയ്ത് റീപ്ലേസ്മെൻ്റ് ഇട്ടു, റിങ് ഇട്ടെന്നൊക്കെ പറഞ്ഞ്. ഇങ്ങനെ പല രീതിയിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. മിക്കവാറും ഒരു ആർത്രൈറ്റിസ് ആണെങ്കിൽ ഇപ്പം നമ്മൾ വരുന്നവർ തീരെ ഒട്ടും ചെറിയ സിംറ്റംസിനൊന്നും ആരും വരികയില്ല. അല്ലെങ്കിൽ അത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ മാത്രമേ ഒരു ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസിന് വേണ്ടിയിട്ട് ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടിയിട്ട് മെനക്കെടുകയുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 രോഗങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും മിക്കവാറും എല്ലാവരും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബോഡിയെ ഇതിനകത്ത് ഫുഡും ഉണ്ടാവും, എക്സസൈസും ഉണ്ടാവും, നമ്മൾ ടോക്സിൻസ് മിനിമൈസ് ചെയ്യാനുമാണ് നോക്കുന്നത്. പിന്നെ ഓട്ടോഇമ്യൂൺ ഡിസീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വേറെ എന്തെങ്കിലും ഈ ഹെവി മെറ്റൽസ് ഒക്കെ പോലുള്ള ഈ ക്യാൻസറും ഓട്ടോഇമ്യൂൺ ഡിസീസിലും ഒക്കെ നമ്മൾ ഒന്നും കൂടെയാണ് നോക്കുന്നത്, നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ടോക്സിൻസ് കെട്ടിക്കിടക്കുന്നുണ്ടോ എന്നുള്ളതുകൊണ്ട്. ഉണ്ടെങ്കിൽ അത് കളയാനും കൂടെ നോക്കും. പിന്നെ നമ്മുടെ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന മിക്കവാറും എല്ലാവർക്കും ഏറ്റവും കൂടുതലുള്ള ഫാറ്റായിരിക്കും. അപ്പം അതിനകത്ത് വല്ലോ ആഴ്സനിക്കോ മെർക്കുറിയോ ടെന്നോ ഒക്കെ കിടപ്പുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹെവി മെറ്റൽ പോലെ, അത് ഈ ഫാറ്റ് പോകുന്നകൂടെ അതും പോവുള്ളൂ. അപ്പം വെയിറ്റ് കുറച്ച് നമ്മുടെ സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് കളയാനും കൂടെ ആയിരിക്കും നമ്മളിതിനകത്ത് നോക്കുന്നത്. പിന്നെ പലർക്കും നമ്മളിപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാലത്തൊക്കെ നമ്മൾ നമ്മളുടെ ചുറ്റുവട്ടത്ത് ഉണ്ടാകുന്ന ഭക്ഷണമാണല്ലോ കഴിച്ച് ജീവിച്ചിരുന്നത്. അവിടെ ആ ലോക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന പഴങ്ങളും പച്ചക്കറികളും എന്തെങ്കിലും കൃഷി ചെയ്തുണ്ടാകുന്ന സാധനങ്ങളും ഒക്കെ കഴിക്കും. പിന്നെ ഇല്ല അകലേന്ന് വരുവാണെങ്കിലോ എന്തെങ്കിലും അരിയോ ഒക്കെ ആയിരിക്കും മെയിനായിട്ട്, അല്ലെ പയറോ മുളകോ ഒക്കെ മാത്രമായിരിക്കും പുറത്തുനിന്ന് വരുന്നത്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ഫുഡിൽ സോ മെനി ഐറ്റംസ് കയറി വരികയാണ്, എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഈ ഓരോ കൂടുതൽ ഐറ്റംസ് വരുന്നതനുസരിച്ച് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ സ്ട്രെയിൻ കൂടുകയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കണം നമ്മളിപ്പോൾ ടെസ്റ്റുകൾ നോക്കുമ്പോൾ പലർക്കും റൈസ് പോലും അലർജിയാണ്. ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ് ഉള്ള ഒരു നല്ല ശതമാനം ആൾക്കാർക്ക് മിൽക്ക്, എഗ്ഗ് ഒക്കെ അലർജി ആയിരിക്കും. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും നോൺ വെജ് കഴിക്കുന്നവരാണല്ലോ. മിക്കവാറും എന്തെങ്കിലും നോൺ വെജ് ഒന്നും അലർജി ഇല്ലാത്തതുണ്ടാകും. അതൊരു വലിയ ഭാഗ്യമാണെന്ന് പറയാം. കാരണം നോൺ വെജ് കിട്ടുകയില്ല എന്ന് പറയുമ്പോഴാണ് ഇവിടെയുള്ള എല്ലാവർക്കും വലിയ സങ്കടം വരുന്നത്. അപ്പോൾ പലർക്കും നോൺ വെജ് ഫിഷോ മീറ്റിനോ വലിയ പ്രശ്നം വരികയില്ല. പക്ഷേ എഗ്ഗും മിൽക്കിനും ഒത്തിരി പേർക്കും അലർജി കാണിക്കുന്നുണ്ട്. അലർജിയല്ല, ഒരു ഇൻടോളറൻസ് പോലെ. അത് നമ്മൾ കണ്ടുപിടിച്ചെടുക്കുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓട്ടോഇമ്യൂൺ ഡിസീസ്, ക്യാൻസർ, അലർജിയൊക്കെ ഉള്ളവർക്ക് നമ്മൾ അതിനു വേണ്ടി അങ്ങനെ കണ്ടുപിടിക്കാനായിട്ടുള്ള സ്പെഷ്യൽ ടെസ്റ്റുകളും കൂടെ നോക്കി അത്തരം സാധനങ്ങളെ ഒഴിവാക്കാനാണ്. അപ്പോൾ ഏറ്റവും ഇതിനകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏറ്റവും മിനിമം ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് എല്ലാ ന്യൂട്രിയൻസും ഈസി ആയിട്ട് കിട്ടുന്ന പോലെയുള്ള ഒരു ഡയറ്റാണ് ഇതിനകത്ത് കൊടുക്കുന്നത്. അപ്പോൾ പലരും ഈ ഓട്ടോഇമ്യൂൺ ഡിസീസിലൂടെ ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ റുമാറ്റിസംകാരാണ്. അവർ 3-4 മരുന്നായിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് മരുന്നുകളും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് സഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മരുന്നൊക്കെ ഏതെടുത്താലും അവർക്ക് ക്ഷീണവും കൂടെ ആയിരിക്കും, അവർക്ക് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു പേഷ്യൻ്റ് അവർ ആദ്യം വന്നപ്പോൾ അവർ പറയുന്നത്, ഡോക്ടറെ ഞാൻ മടുത്തു, എന്നെക്കൊണ്ട് വീട്ടുകാർക്കും ഹസ്ബൻഡ് എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അവർ 10-25 വർഷമായിട്ട് അവർ ഈ ഫൈബ്രോമയാൾജിയും ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസും RA ഫാക്ടറും NTCCP ഒക്കെ വെരി ഹൈ ആണ്. പ്യുവർലി ഇതാണ് ഓട്ടോഇമ്യൂൺ ഡിസീസാണ്, ഓട്ടോഇമ്യൂൺ ആർത്രൈറ്റിസ് ആണ്. അപ്പോൾ അവർ തന്നെ മടുത്തു. ഈ മരുന്നൊക്കെ എടുത്തിട്ട് രാവിലെ ഒന്ന് എഴുന്നേൽക്കണമെങ്കിൽ ഹസ്ബൻഡിൻ്റെ സഹായം വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ 2 വീക്സ് ആയപ്പോൾ അവർ റിവ്യൂവിന് വന്നപ്പോൾ പറയുകയാണ്, ഭയങ്കര ആശ്വാസമുണ്ട്. അപ്പോൾ അവരെപ്പോഴേക്കും മരുന്നുകൾ കുറച്ചുകൊണ്ട് വന്നു. ഇപ്പോൾ ഒരു ടുഫാസിനിബ്, അതൊരു പ്രോട്ടീൻ ഇൻഹിബിറ്റേഴ്സാണ്. അത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്ന ടുഫാസിനിബ്. വേറെ കുറേ മരുന്നുണ്ടായിരുന്നു, അതും സ്റ്റിറോയിഡ്സും ഒക്കെ നിർത്തി. അപ്പോൾ ആ മറ്റേ മരുന്ന് 2 നേരം ഉണ്ടായിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ അത് 1 നേരമായിട്ട് കുറച്ചുകൊണ്ട് വരാനും പറ്റി. ഈ മരുന്നുകൾ ബാക്കിയുള്ള സ്റ്റിറോയിഡ്സൊക്കെ നിർത്താനും പറ്റി. അപ്പോൾ ഇപ്പോൾ 15 ഡേയ്സ് ആയപ്പം അവരോട് പറയാൻ പറ്റി, ആ ടുഫാസിനിബ് ഓൾട്ടർനേറ്റ് ഡേയ്സ് ആക്കിക്കോളാൻ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അവരുടെ മരുന്നുകൾ തീരും. അവർക്കും ഐ തിങ്ക് തൈറോയിഡിൻ്റെ ഉള്ളതാണ്. അപ്പം തൈറോയിഡിൻ്റെ മെഡിസിനാണെങ്കിൽ മിക്കവാറും പേർക്ക് തൈറോയിഡ് എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ മിക്കവാറും പേരുടെയും തൈറോയിഡിൻ്റെ ലിവോതൈറോക്സിൻ, അതാണ് നമ്മൾ തൈറോയിഡിന് വേണ്ടിയിട്ട് സാധാരണ ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന മെഡിസിന്.
ലിവോതെറോക്സിനാണെങ്കിലും കുറച്ചുണ്ടാകാം. പക്ഷേ ഓൾറെഡി തൈറോയ്ഡ് ഗ്ലാൻഡ് എടുത്തു കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നമുക്ക് നിർത്താൻ പറ്റില്ല. ബാക്കി ഈവൻ പാർഷ്യൽ തൈറോയ്ഡക്ടമി ഉള്ളവർക്ക് പോലും തൈറോയിഡിൻ്റെ മരുന്ന് മിക്കവാറും നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. ടോട്ടൽ തൈറോയ്ഡക്ടമി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഡോസ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പം അതാണ് മിക്കവാറും ഏത് ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്. അതുപോലെ നമ്മൾ കാണാറുണ്ട് ANA പോസിറ്റീവായിട്ടുള്ള ഇപ്പം ഒരു പേഷ്യൻ്റ് ഞാൻ ഓർക്കുന്നു. അവർ വെരി യങ് ലേഡിയാണ്. അവർ കുഞ്ഞുണ്ടായിട്ട് 3 മാസമേ ഉള്ളൂ. ബ്രസ്റ്റ് ഫീഡിങ് ഇതാണ്. അവർ ANA പോസിറ്റീവാണ്. അപ്പോൾ അവർക്ക് കുറേ സ്റ്റിറോയിഡ്സും മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അവരോട് കൂടുതലും മെഡിക്കേഷന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് SLE എന്നാണ്, ANA പോസിറ്റീവാണ്, ജനറലി SLE എന്നാണ് ഡയഗ്നോസ് വരുന്നത്. അവരോട് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തിയിട്ട് മറ്റേ മോർ സ്ട്രോങ് ആയിട്ടുള്ള മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞ പേഷ്യൻ്റാണ്. അവർ വിതിൻ 2 വീക്സ് അവരുടെ ഓൾറെഡി ഉണ്ടായിരുന്ന മരുന്നുകളെല്ലാം തന്നെ കുറച്ചുകൊണ്ട് ഒന്ന് നിർത്താൻ പറ്റിയെന്നുള്ളതാണ്. ഒരു മരുന്നും ഇല്ലാതെ അവരുടെ ANAയും നെഗറ്റീവാണ്. അപ്പം നമ്മൾ അതും കൂടെയാണ് നമ്മൾ ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസും കൂടെ ചെക്ക് ചെയ്യുന്നുണ്ടാവും. ANA ഞാൻ കാണുന്നതനുസരിച്ച് മിക്കവാറും വളരെ ഫാസ്റ്റായിട്ട് നെഗറ്റീവാകുന്നതാണ്. ഈ TPO ഒക്കെ ഒത്തിരി കൂടുതലാണെങ്കിൽ കുറച്ച് നാളെടുക്കും. ചിലർ ഇപ്പം 10 300 ഒക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ വിതിൻ 1 to 3 മറ്റേ സിംറ്റമാറ്റിക് റിലീഫിൻ്റെ അത്രയും തന്നെ ഫാസ്റ്റായിട്ട് ഓട്ടോഇമ്മ്യൂൺ ആൻറ്റിബോഡീസ് കറക്റ്റ് ആവണമെന്നില്ല. അതുപോലെ CCPയും RA ഫാക്ടറും ഒക്കെ ചിലർക്ക് കറക്റ്റായി വരും, ചിലർക്ക് വളരെ ഫാസ്റ്റായിട്ട് വരും, ചിലർക്ക് കറക്റ്റായി വരാൻ കുറേ കൂടെ നേരം എടുക്കും. അത് ഓരോരുത്തരുടെയും ബോഡിയുടെയും അവരുടെ ജെനറ്റിക്സും കൂടെ അനുസരിച്ചിരിക്കും. ജനറലി നമ്മൾ കാണുന്നത് വളരെ ഈസി ആയിട്ട് നമ്മൾ ഈ മരുന്നുകളൊന്നും ഇല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും കൊണ്ടുവരിക. പക്ഷെ നമ്മൾ ഫുഡൊക്കെ നോക്കാൻ വില്ലിങ് ആയിരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഈ അലർജി ഉള്ള സാധനങ്ങൾ ഒഴിവാക്കാനായിട്ട്. ഇപ്പം ഈ സോറിയാസിസും എക്സിമയും ഒക്കെ ഇതിൽ തന്നെയാണ് വിടുന്നത്, ഓട്ടോഇമ്മ്യൂൺ ഡിസീസിലാണ് വരുന്നത്. അപ്പം പലർക്കും ചിലർക്കൊക്കെ അത് കുറച്ചുകൂടി സമയമെടുക്കും. ആ അലർജി റൈസ് പറ്റില്ല എന്ന് പറഞ്ഞ് റൈസങ്ങ് നിർത്താനായിട്ട്. അതാണ് ഞാനിപ്പോൾ ഏറ്റവും നമ്മൾ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ടോളറൻ്റ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലും മുട്ടയൊക്കെ എല്ലാവർക്കും നിർത്താൻ എളുപ്പമാണ്. പക്ഷെ ചോറും അരിയാഹാരവും, അരിക്ക് അലർജി വരുന്നതും കോക്കനട്ടിന് അലർജി വരുന്നതാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കാണുന്നത്. അപ്പോൾ പക്ഷെ നമുക്കതനുസരിച്ച് ചില അവർക്ക് കുഴപ്പമില്ലാത്ത ടൈപ്പ് മില്ലറ്റിലേക്ക് പോകണം. പയറുവർഗ്ഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കുറച്ചുണ്ടാവും. പിന്നെ കുറച്ച് ഫിഷും മീറ്റും ഒക്കെ കുഴപ്പമില്ലാത്തതുണ്ടാകും. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവർ നമ്മൾ പെട്ടെന്ന് ഒരു റൈസിന് അലർജി എന്ന് കണ്ടു കഴിയുമ്പോൾ പലരും അങ്ങ് ബ്ലോക്കായി പോകും. അതിൻ്റെ ആവശ്യമില്ല. കുറച്ച് ദിവസം നമ്മളത് മാറ്റി അല്ലാത്ത മില്ലറ്റ്സ് ഉണ്ട്. വൺസ് നമ്മുടെ ബോഡിയൊക്കെ കറക്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചോളം അതുപോലെ റാഗിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇപ്പോഴും മോഡിഫൈ ചെയ്യാത്ത ന്യൂട്രിയൻസാണ്, ഭക്ഷണപദാർത്ഥങ്ങളാണ്. മോഡിഫിക്കേഷൻ, അതായത് ഈ ജനറ്റിക് മോഡിഫിക്കേഷൻ ഒന്നും വരാത്തതാണ്. അതാണ് മില്ലറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത. ഈ റാഗി, ചോളമൊക്കെ ആ ടൈപ്പിലേക്ക് നമുക്ക് മാറാവുന്നതേ ഉള്ളൂ. പിന്നെ പയറുവർഗ്ഗങ്ങൾക്കും ഒത്തിരി മോഡിഫിക്കേഷൻ വന്നിട്ടില്ല. അപ്പം അത്തരം, അതായത് ഈ നമ്മളിപ്പോൾ ഈ രോഗങ്ങളെല്ലാം ഇത്രയധികം കൂടാൻ നമ്മൾ അത്ര അധികം സാധനങ്ങൾ കഴിക്കുന്നു. ആ സാധനങ്ങൾ തന്നെ മോഡിഫൈഡ് ആണ്. ഈ പാലും മുട്ടയൊക്കെ ഇത്ര അലർജി വരാൻ കാരണം നമ്മൾ ഈ പാലൊക്കെ ഒരു പശുവിൻ്റെ ഒന്നും അല്ലല്ലോ, കുറേ പശുക്കളുടെ പാല് അത് തന്നെ പൗഡറാക്കി അതിനെ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇത്തരം പാലൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. നാച്ചുറൽ പാലല്ല. അതിനകത്ത് സോ മെനി കെമിക്കൽസും പ്ലാസ്റ്റിക് ബാഗും പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ വരുന്നതുകൊണ്ടാവാം. അതുപോലെ മുട്ടയാണെങ്കിലും പഴയ പോലെ നാടൻ കോഴി, ഈവൻ ഫുഡ്, അവർക്ക് കിട്ടുന്ന ഫുഡുമാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്. നാടൻ കോഴിയാന്ന് പറഞ്ഞിട്ട് കഴിയില്ല. നാടൻ കോഴിയാണേലും ഈ ആർട്ടിഫിഷ്യൽ ഫീഡാണ് കൊടുക്കുന്നതെങ്കിൽ അവരുടെ മുട്ടയ്ക്കും ആ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടൊക്കെ ആവാം സോ മെനി കോംപ്ലിക്കേഷൻസ്. ഈ പല സാധനങ്ങളോടും അലർജി കാണുന്നുണ്ട്. അത്തരം സാധനങ്ങളൊക്കെ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യേണ്ടി വരും ഇനീഷ്യൽ സ്റ്റേജിൽ അറ്റ്ലീസ്റ്റ്. പിന്നെ വല്ലപ്പോഴും ഒന്നും കഴിച്ചാലും വലിയ പ്രശ്നം വരുന്നില്ല. ജനറലി സ്പീക്കിംഗ് നമ്മൾ മിക്കവാറും എല്ലാ ഈവൻ മെത്തോട്രക്സേറ്റ് പോലെയുള്ള 20-25 ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നവർക്കും ഇതിന് 2-3 മന്ത്സ് കൊണ്ട് എല്ലാ മരുന്നും കുറച്ചുകൊണ്ട് വന്ന് നമുക്ക് നോർമലിലേക്ക് പോകാൻ പറ്റും. അതിൻ്റെ കൂടെ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും
ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരമൊരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കും ആണ് ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോകളും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.